PM ശ്രീയിൽ ഏറ്റവും ആദ്യം വെട്ടിലായിരിക്കുന്നത് മുസ്ലിം ലീഗാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഇന്നലെ ചേർന്ന UDF യോഗത്തിൽ PM ശ്രീ വിഷയം ചർച്ച ചെയ്തിട്ടില്ല എന്നായിരുന്നു ഇന്ന് PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. എന്നാൽ വിഷയം UDF ചർച്ച ചെയ്തിരുന്നതായി UDF കൺവീനർ അടൂർ പ്രകാശ് ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറയുകയും ചെയ്തു. നമുക്ക് ആദ്യം ആ രണ്ട് പ്രതികരണങ്ങളും ഒന്ന് കാണാം. PM ശ്രീ വിഷയത്തിൽ ചർച്ചകൾ വന്നിരുന്നു. ആ ചർച്ചകളുമായി ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് PM ശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും കേന്ദ്ര സർക്കാരുമായി ധാരണാപത്രത്തിൽ ഒപ്പിടുകയും ചെയ്തത് LDF ഗവൺമെൻറ് കാലഘട്ടത്തിലാണ്. LDF ഗവൺമെൻറ് കാലഘട്ടത്തിൽ അത് ചെയ്തപ്പോഴും അതിനുശേഷം വന്ന ഒരു ഗവൺമെൻറ് എന്നുള്ള നിലയിൽ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ പരിശോധന നടത്തിക്കൊണ്ട് അത് എവിടെയൊക്കെയാണ് നടപ്പാക്കേണ്ടത് എന്നതിനെക്കുറിച്ച് തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതാണ്. അല്ല, PM ശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻ ഗവൺമെൻറ് ചെയ്ത കാര്യങ്ങൾ അതൊരു തുടർച്ച എന്നുള്ള നിലയിൽ അത് മുമ്പോട്ട് പോകും. ലീഗിൻ്റെ അല്ല UDFൻ്റെ തന്നെ പറയാം. ഇതിനെ രണ്ടാക്കേണ്ട ആവശ്യമില്ല. ആ റിപ്പോർട്ട് വെറുതെയാണ്. കാരണം ഇന്നലെ UDFിൽ PM ശ്രീ സംബന്ധിച്ച് യാതൊരുവിധ ചർച്ചയുണ്ടായില്ല. UDF ചർച്ച ചെയ്തു, ലീഗ് വേറെ അഭിപ്രായം പറഞ്ഞു, കോൺഗ്രസ് വേറെ അഭിപ്രായം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുണ്ടാക്കുന്നത് അടിസ്ഥാനരഹിതമായൊരു വാർത്തയാണ്. ഇന്നലെ ചർച്ച ചെയ്തിട്ടില്ല. ഇന്നലെ അങ്ങനെ ഒരു അജണ്ട ഉണ്ടായിരുന്നില്ല. ആ വിഷയം ചർച്ച ചെയ്തിട്ടേ ഇല്ല ഇന്നലെ. കൂടി ചേരുകയാണ് സ്വാലിഹ്. UDFന്റെ തീരുമാനത്തിനൊപ്പം മുസ്ലിം ലീഗ് നിൽക്കുമ്പോൾ ഭിന്നത രൂക്ഷമാവുകയായിരിക്കുകയാണ് ലീഗിനുള്ളിൽ തന്നെ. നിലവിലത്തെ സാഹചര്യം എന്താണ്? മുസ്ലിം ലീഗും കോൺഗ്രസ് നേതാക്കളും ഇങ്ങനെ പരസ്പര വിരുദ്ധമായ പ്രസ്താവനകളാണ് PM ശ്രീയിൽ നടത്തുന്നത്. അതിന്റെ പ്രധാന കാരണം മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട അവരുടെ സംഘടനകൾ MSF, യൂത്ത് ലീഗ് പോലുള്ള സംഘടനകളെല്ലാം PM ശ്രീക്കെതിരെ പരസ്യമായി രംഗത്ത് വന്നിരുന്നു. അതോടൊപ്പം ബന്ധസാമുദായിക സംഘടനകളും വലിയ വിമർശനം ഉയർത്തിയിരുന്നു. ഇത് മറികടന്നാണ് മുസ്ലിം ലീഗ് നേതാക്കൾ കോൺഗ്രസിന് വഴങ്ങി PM ശ്രീയുമായി മുന്നോട്ട് പോകാനുള്ള ശ്രമം നടത്തുന്നത്. സ്വാഭാവികമായും മുസ്ലിം ലീഗിനകത്ത് നേതാക്കളിൽ തന്നെ ഒരു വിഭാഗം വലിയ വിമർശനവുമായി രംഗത്തുണ്ട്. ഈ പാർട്ടിക്കകത്ത് തന്നെ വലിയ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് ഉള്ളത്.